ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി നരന്റെ കൂടെ താമസം തുടങ്ങിയിരിക്കുകയാണ്. നരനാണെങ്കിൽ അവളെ പല രീതിയിലും അവഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുന്ന അച്ചമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒരു സംശയം, ഇവൻ അവളെ സ്നേഹിച്ച് തന്നെയല്ലേ കല്യാണം കഴിച്ചത്, എന്താണ് അവളോടൊരു സ്നേഹം കാണിക്കുന്നത് കാണുന്നില്ലല്ലോ എന്നുള്ള സംശയം ഇങ്ങനെ വല്ലാതെ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തറവാട്ടിലുള്ള അവരുടെ ബന്ധുക്കളും ആൾക്കാരും എല്ലാവരും തന്നെ ഇവന്റെ പെട്ടെന്നുള്ളൊരു വിവാഹത്തിനെ കുറിച്ചൊക്കെ ചോദിച്ച് അവരെ പരിഹസിച്ച് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പൊ ആ ഒരു വിഷമവും അവരങ്ങനെ പറയുകയാണ്. നരൻ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് കാവേരിയോട് എന്താണ് നിനക്ക് സ്നേഹമില്ലാത്തത്, നീ അവളെ ശരിക്കും സ്നേഹിച്ച് കല്യാണം കഴിച്ചത് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം എന്ന് നരൻ ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, സംശയം വേറൊന്നുമില്ല, നീ അവളോട് ഒരിക്കലും സ്നേഹം കാണിക്കുന്നതായിട്ടോ മര്യാദക്കൊന്ന് സംസാരിക്കുന്നതായിട്ടോ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഓ, അതാണോ നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞിട്ട് വന്ന പാടെ തന്നെ കാവേരി കാവേരി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ കാവേരി അവിടേക്ക് വരുന്നുണ്ട്. കാവേരി തന്നെ അന്തം വിട്ടു പോവുകയാണ്. എന്താ ഇത്, എന്നെ ഇപ്പൊ ഒരു വിളി എന്നുള്ള രീതിയിൽ. അപ്പൊ പറയുന്നുണ്ട്, മോളെ എനിക്ക് ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കാണിക്കാൻ വേണ്ടി അവളുടെ തോളിൽ അങ്ങനെ കൈയിടുകയും അങ്ങനെ അവളോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കാവേരി അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. അപ്പോ അമ്മയുടെ വിവരം അറിയാൻ വേണ്ടി കാവേരി അവിടം വരെ പോവുകയാണ്. അപ്പോ ആ സമയത്ത് ഗംഗയാണ് കാണുന്നത്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നും ചോദിച്ച് അങ്ങോട്ട് കലി തുള്ളുകയാണ് നമ്മുടെ കാവേരിയോട്. അപ്പൊ ഗംഗ പറയുന്നത്, ഇറങ്ങിപ്പോടി, എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോ ശബ്ദമൊക്കെ കേട്ടിട്ട് അവിടേക്ക് വിനീത് വരികയാണ്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, എന്താ ഗംഗ നീ മിണ്ടാതിരുന്ന്, എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോ കാവേരി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്, അമ്മായിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന്, നീ എന്തിനാ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടേക്ക് വരണ്ട, നീ പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോ കാവേരി പറയുന്നു, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണ്ടേ, എനിക്ക് എന്റെ അമ്മ എന്റെയും കൂടി അമ്മയല്ലേ എന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നിട്ട് ഒരു വിധത്തില് നമ്മുടെ ഗംഗയെ പിടിച്ച് അകത്താക്കി വാതിലടയ്ക്കുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് പറയാണ്, കാവേരി നീ സമാധാനമായിട്ട് പോയി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നോക്കണേ അമ്മയെ നോക്കണേ വിനീതേട്ട എന്ന് പറയുമ്പോൾ അത് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറകിൽ നിന്ന് വിനീത് വിളിക്കുന്നുണ്ട് കാവേരി അവിടെ ഒന്ന് നിന്നേ എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ്. ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലല്ലോ, നീ എനിക്ക് സ്വന്തം അനിയത്തിയും ഞാൻ നിനക്ക് സ്വന്തം ഏട്ടനുമല്ലേ, അതുകൊണ്ടാണ് നീ എന്തുണ്ടെങ്കിലും നീ എന്നോട് തുറന്ന് പറയാറുണ്ട്. നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ അയാളെ കല്യാണം കഴിക്കാൻ, അതും പെട്ടെന്ന്, അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ ഇവിടെ സംസാരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കാവേരിക്ക് സങ്കടം വരികയാണ്. കാവേരി മനസ്സിൽ പറയുന്നുണ്ട്, വിനീതട്ടാ നിങ്ങൾ തന്നെയാണ് എന്നെ ഈ കല്യാണത്തിന് കൊണ്ടെത്തിച്ചത് എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോ കാവേരി വീണ്ടും അവൻ ചോദിക്കുന്നുണ്ട്, കാര്യം പറയും കാവേരി, നീ എന്താ നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത് പറയ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കാവേരി ഒരാളെങ്കിലും പറഞ്ഞാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗംഗ വീണ്ടും വാതിൽ തുറന്നു വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവള് പോയില്ലേ ഇതുവരെ എന്നും ചോദിച്ചിട്ട് അവളോട് ദേഷ്യപ്പെട്ട് അവളെ തല്ലാനൊക്കെ കൈ ഓങ്ങുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മുത്തശ്ശൻ, അതായത് രഘുനാഥ് സാർ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇവരുടെ ബഹളം കണ്ടിട്ട് കാവേരിയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് അപ്പൊ അദ്ദേഹം വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകളെ, അപ്പൊ കൈ ചൂണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ മരുമകളോട് ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവള് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തോട് വിരല് ചൂണ്ടി സംസാരിക്കുകയാണ്. അപ്പൊ കാവേരി പറയുന്നുണ്ട്, അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് ഇതിലിടയിലേക്ക് വലിച്ചിഴക്കണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, പക്ഷെ അദ്ദേഹത്തോട് പറയണ്ട എന്ന് പറയണം. അപ്പൊ ആ സമയം ശിവരാജനാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. ഈ ഗംഗ നമ്മുടെ രഘുനാഥ് സാറിനോട് കൈവിരൽ ചൂണ്ടി സംസാരിക്കുന്നത് കാണാണ്. അത് കണ്ട പാടെ തന്നെ ശിവൻ വേഗം നരന്റെ അരികിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ചെന്നിട്ട് നരനോട് പറയുന്നുണ്ട്, നര നീ ഇവിടെ നടക്കണ വല്ലതും അറിയുന്നുണ്ടോ, ആ പെണ്ണെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് അപ്പുറത്തെ വീട്ടിൽ അവരുടെ വീട്ടുകാരെ അടുത്തേക്ക് പോയി. ആ സമയം അവരെ വീട്ടുകാര് ഇവിടെ അച്ഛനെ നോക്കിയിട്ട് വിരല് ചൂണ്ടി സംസാരിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയോ അവര് പറയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന നേരന് ദേഷ്യം വരുന്നുണ്ട്. എന്തേ മുത്തശ്ശനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുതെ ആയിരിക്കില്ല, അവനെ അപ്പൊ തന്നെ താഴോട്ട് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കാവേരി അകത്തേക്ക് എന്നും പറഞ്ഞ മുത്തശ്ശനെയും കൊണ്ടിട്ട് അവള്
അകത്തേക്ക് പോകുകയും ഗംഗ അവിടേക്ക് പോവുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ഇവൻ ചോദിക്കുകയാണ് നേരൻ. അപ്പൊ ഞങ്ങളിത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ സത്യം പറ, നീ എവിടേക്കാണ് പോയത് എന്ന് കാവേരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അമ്മയെ കാണാൻ, അമ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ നരൻ പറയാണ്, നിനക്ക് അവിടേക്ക് പോണെങ്കിൽ പോകാം, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മുത്തച്ഛൻ എന്തിനാ അവര് വഴക്ക് പറഞ്ഞത്, മുത്തച്ഛൻ എന്തിനാ ഇതിന്റെ ഇടയിൽ പോയത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അവരെ എന്ന് പറയുമ്പോൾ, അതിന് നീ വെറുതെ ഇരുന്ന്, അവരെന്നെ ഒന്നും പറഞ്ഞില്ല, കാവേരിയെ വഴക്ക് പറഞ്ഞതാണ്, അത് അന്ന് കഴിഞ്ഞതിന്റെ ബാക്കി ഇപ്പൊ അവര് ദേഷ്യപ്പെട്ടതാണ് എന്നിങ്ങനെ പറഞ്ഞു ഒരു വിധത്തില് നമ്മുടെ നരനെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നരന്റെ മനസ്സിൽ ഇത് കിടന്ന് അങ്ങോട്ട് വിങ്ങുന്നുണ്ട്. അപ്പോൾ നേരൻ പറയുന്നുണ്ട്, അതെ കാവേരി ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കാവേരിയോട് പറയുന്നുണ്ട്, അതെ അത് ഇനി നിന്റെ വീട്ടുകാരിവിടെ താമസിച്ചാൽ ശരിയാവില്ല, അവരോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നീ പറയണം എന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കലും പറയില്ല, തന്നെയല്ല എഗ്രിമെന്റ് വിവാഹം മാത്രമല്ല പൈസ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ ഇവിടെ താമസിപ്പിക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അത് എഗ്രിമെന്റിൽ ഇല്ല എന്ന് നരൻ പറയുന്നുണ്ട്. എഗ്രിമെന്റിൽ ഇല്ലെങ്കിലും നിങ്ങൾ വാക്കാലെ എനിക്ക് വാക്ക് തന്നതല്ലേ എന്ന് കാവേരി ചോദിക്കണം. അതൊന്നും ഇവിടെ പ്രശ്നം ഇതല്ല, എന്തായാലും എൻ്റെ മുത്തച്ഛനോട് എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാർ ആരും ഇവിടെ തന്നെ വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട്, എന്തായാലും ഞാൻ ഇളയച്ചനോട് പറയാം, ഇളയച്ചൻ ഇതിനൊക്കെ മിടുക്കനാണ്, ഇളയച്ചൻ എന്തായാലും അവരവിടെ നിന്ന് ഇറക്കി വിട്ടോളും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, എന്നാൽ ഞാൻ തന്നെ പറഞ്ഞ് അവരോട് ഇറങ്ങാൻ പറയാമെന്ന് പറയുമ്പോൾ, കേൾക്ക്, ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോ നമ്മുടെ നേരൻ കേൾക്കുന്നില്ല. നേരൻ അവരിറക്കി വിടാനുള്ള ഒരു ഇതിലങ്ങോട്ട് പോവുകയാണ്. അപ്പൊ കാവേരി പറയുന്നുണ്ട്, അവിടെ നിന്ന് എന്നാൽ എനിക്കൊരു കാര്യം തീരുമാനിക്കാനുണ്ട്, നിങ്ങൾ എങ്ങാനും ആ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാർ ഇറക്കി വിടുകയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ നമ്മൾ തമ്മിലുള്ള ഈ എഗ്രിമെന്റ് കല്യാണത്തിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും എന്ന് പറയുകയാണ്. അപ്പൊ നേരൻ ഒന്ന് പേടിക്കുന്നുണ്ട്. നേരൻ പറയാണ്, അങ്ങനെ പറയാനായിട്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയില്ലടി എന്ന് പറയുന്നുണ്ട്. അതും ഞാൻ പറയും എന്ന് പറയുകയാണ്. അത് എൻ്റെ അനിയത്തി ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിയതെന്നും അങ്ങനെ ഒരു കല്യാണമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും ഞാൻ എല്ലാവരോടും പറയും, എല്ലാവരെയും വിളിക്കി എന്ന് കാവേരി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നേരൻ ഒന്ന് ഒതുങ്ങുകയാണ്. ശരി, സമ്മതിച്ചു, ഞാനെന്നാ ഇനി പറയുന്നില്ല, നീ എന്തായാലും ഇതാരോടും പറയണ്ട, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞ് നേരൻ അങ്ങോട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ കാവേരിക്ക് സമാധാനമാവാണ്, ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മുടെ കാവേരി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പല പ്രാവശ്യവും ഈ നരനും കാവേരിയും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നല്ല സ്നേഹ നാടകങ്ങളും കളിച്ച് അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. സത്യമൊന്നും അറിയാതെ വിനീത് അടക്കം എല്ലാവരും കാവേരിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ നിവിനും അതുപോലെ തന്നെ വിനീതും കൂടി കണ്ടുമുട്ടുന്നുണ്ട്. നിവിന്റെ ഇങ്ങനെ ഒരു കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ കണ്ട് വിനീതിന് സങ്കടം വരികയും വിനീത് അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് ഇവരിപ്പോ താമസിക്കുന്ന നരന്റെ വാടക വീടുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ എല്ലാവരും അന്തം വിട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വിഷമം യമുനയ്ക്ക് തന്നെയാണ്. നിവിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് അതെന്താണെന്നൊക്കെ ഞാൻ അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.